കാഴ്ചയിൽ നീ ഒരു മോഷ്ടാവല്ല, മറിച്ചൊരു കൊള്ളക്കാരൻ തന്നെയാ. ഇവിടേക്ക് വരരുത് പുത്ര, ഇവിടെ നിന്നും ഓടിപ്പോകൂ. പിതാശ്രീ! അതുപോലെ ഒടുവിലായി വിക്രമദേവന്റെ കഴുത്തിൽ കിടന്ന ഈ ഹാരം. ഇത്തരം സംഭവങ്ങളെല്ലാം സ്വാഭാവികമായി നടക്കുന്നതാണോ, അതോ ഇവ തമ്മിൽ പരസ്പരം ബന്ധപ്പെടാൻ കാരണമുണ്ടോ? പരസ്പരം ബന്ധിക്കുന്നുവെന്നോ? അതാരാണ് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അതാരാവാനും സാധ്യതയുണ്ട്. രാജാവോ, രാജാവിന്റെ ആളുകളോ, കൊട്ടാരത്തിൽ നിന്നുള്ള മറ്റുള്ളവരോ? അത് തന്നെയാണ് നമുക്കറിയേണ്ടത്. നമുക്കെതിരെ ആരോ ഗൂഢാലോചന തയ്യാറാക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഗൂഢാലോചനയോ? അസംഭവ്യം. അല്ല, എന്നാൽ ഇത്രയും നാളുകൾക്ക് ശേഷം എന്താണ് അപ്രതീക്ഷിതമായി ഇത്ര വേഗം? അത് തന്നെയാണ് നമുക്കറിയേണ്ടത്. നമുക്കെതിരായി ആരെങ്കിലും എന്തിനാണ് ഈ ഗൂഢാലോചനകൾ നടത്തുന്നതെന്ന്. നാം അവർക്ക് യാതൊരു കഷ്ടതകളും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അവരെന്തിനാണിത് ചെയ്യുന്നത്? ഇനി ഒരു പക്ഷേ ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ ഒരേ ഒരാളുടെ കരം തന്നെ ആയിരിക്കാം, രാജകുമാരി രൂപവതിയുടെ. ഈ ഹാരം നമ്മുടെ കുമാരദേവന്റേതാ. ഇതെങ്ങനെ നിന്റെ പക്കൽ വന്നു? ഈ ഹാരവും നീ മോഷ്ടിച്ചതാണോ? എന്നാൽ എന്തുകൊണ്ടാണ് ആദ്യ തവണ കണ്ടുമുട്ടിയപ്പോൾ അവൾ നല്ലവളാണെന്ന് തോന്നിയത്? എന്നാൽ അതേ വ്യക്തി തന്നെ നമ്മുടെ സർവനാശം ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ ഉത്തരമാണ് നമുക്കറിയേണ്ടത്. ഏതു വിധത്തിലും അതറിയണം. നമുക്കതറിഞ്ഞേ തീരൂ. അതെ, നാം തന്നെയാണ്. ഇതാ പതിയെ പതിയെ നമ്മുടെ കൈകാലുകളിൽ വീണ്ടും ശക്തി കടന്നു വരികയാണ്. ഇത് തന്നെയാണ് നാം ആഗ്രഹിക്കുന്നത്. ഇത് തന്നെയാണ് നാം ആഗ്രഹിക്കുന്നത്. നഷ്ടമായി നമ്മുടെ ശക്തികൾ പൂർണ്ണമായും നമ്മിലേക്ക് തിരികെ വരുന്നത് പോലെ അനുഭവപ്പെടുന്നു. ഇത്തവണ നാം നടക്കാനാ പറഞ്ഞത്.
കനവാണു നീ, നിറവാണു നീ, നീ തന്നു സ്നേഹാമൃതം. ഇരുളാകെയും ഒളിയേകി നീ, പ്രത്യാശയായെന്നും നീ. അതാ നോക്കൂ, ഇവിടെ ഉള്ളതെല്ലാം എത്ര വിചിത്രമാണല്ലേ. കേൾക്കൂ, നാം പറയുന്നത് നീ കേൾക്കൂ. നമുക്കിവിടെ ഒന്നും ഉചിതമായി തോന്നുന്നില്ല. എന്താണ് ഈ പറയുന്നത്? കുട്ടിക്കാലത്ത് രഹസ്യമായിട്ട് നമ്മൾ എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ടെന്നോ? എന്താ നിനക്ക് ഓർമ്മയില്ലേ? അന്നൊക്കെ രാക്ഷസന്മാരുടെ ആക്രമണം ഇത്രത്തോളം ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അതാ നോക്കൂ, അത് കണ്ടോ? ഈ ശലഭങ്ങൾ എത്ര മനോഹരമാ. വരൂ വരൂ. സത്യമായിട്ടും ദിവസങ്ങൾക്ക് ശേഷം നിന്നെ കണ്ടപ്പോ എത്ര സന്തോഷായിരുന്നോ. നീ എങ്ങനെയാ അത്രയും വേഗം അദൃശ്യമായി മാറിയത്? അങ്ങനെയല്ല, നാം അദൃശ്യയായി പോയതല്ല, നിർബന്ധിതയായി തീർന്നതാണ്. അതെല്ലാം നിന്റെ സഹോദരൻ കാരണമാണ്. അതിനർത്ഥം നീ എന്താ പറഞ്ഞു വരുന്നത്? സത്യമാണ്. നിനക്കെന്താ തോന്നുന്നേ? പറഞ്ഞോളൂ. നാം വിവാഹം ചെയ്തത് കുടുംബത്തിന് വേണ്ടിയാണെന്നാണോ? നിനക്കറിയാമോ, ഭർത്താവ്, ഭർതൃഗൃഹം, നാം ഇതൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. നാം എപ്പോഴും ഒരു യോദ്ധാവാകാനാണ് ആഗ്രഹിച്ചിരുന്നത്, മഹാറാണി സുമതിയെ പോലെ. എന്നാൽ രാജപുരോഹിതന്റെ പുത്രിയെ ആയുധവിദ്യ പഠിപ്പിക്കാൻ ആരാണ് തയ്യാറാവുന്നത്? അത് സത്യം തന്നെയാ. നീ ഇത്രയും നന്നായി ആയുധം പ്രയോഗിക്കുമെന്ന് ഇതുവരെ നമുക്ക് അറിയുകയില്ലായിരുന്നു. നീ എവിടെ നിന്നാ പഠിച്ചത്? രഹസ്യമായി പഠിച്ചതാണ്. സേനാപതി അജയൻ നിന്റെ അനുജനെ യുദ്ധം പരിശീലിപ്പിച്ചിരുന്നു. അപ്പോൾ നാം മറിഞ്ഞിരുന്ന ആയുധം പ്രയോഗിക്കാനുള്ള എല്ലാ വിദ്യകളും പഠിച്ചു. ആയുധങ്ങളെ നാം നമ്മുടെ അടിമകളാക്കി മാറ്റി.